ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നല്ല ഗ്രേറ്റ് മോർണിംഗ് ആണ് കേട്ടോ. നല്ല കിളികളുടെ സൗണ്ട്, നല്ല സൂര്യൻ ഇങ്ങനെ ശരിക്കും എപ്പോഴും അമ്മ പറയുന്ന പോലെ സൺ കിസ്റ്റ് എന്ന് പറയുന്ന പോലെ ഇതാ സൺറൈസ് ഇങ്ങനെ കറക്റ്റായിട്ട് വരുന്നു. അതുപോലെ തന്നെ നല്ല ശാന്തമായിട്ടുള്ളൊരു മോർണിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ അത് രാവിലെ എണീറ്റു, നമ്മൾ ഓരോ പരിപാടി തുടങ്ങി. പക്ഷേ ഒരാൾ മാത്രം മിസ്സിങ് ആണ്, അമ്മു അല്ലേ. അമ്മു പല പരിപാടീസും ചെയ്ത് ചുറ്റും നടക്കുന്നുണ്ട്. അത് രാവിലെ ആയിക്കഴിഞ്ഞാൽ പെണ്ണുങ്ങളുടെ അവസ്ഥ അറിയാലോ, അവർക്ക് പല പല പരിപാടീസ് ആയിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ഭരണമായിരിക്കും. പിന്നെ ഇവിടെ മെയിനായിട്ട് ഒരാൾ ഗാർഗിയാണ് കേട്ടോ. ഗാർഗിനെ മാത്രം കാണാനില്ല. ഗാർഗിയേ കം കം. രാവിലെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും അവരവരുടെ ഡ്യൂട്ടി കാര്യങ്ങളെല്ലാം തുടങ്ങും. പക്ഷെ അതിന് മുന്നേ എത്തി യെസ് ഗാപ്പൻ എത്തി കേട്ടോ. ഗാർഗി മോളെ ഒരു ഹായ് പറഞ്ഞേ. ഹായൊന്നും പറയാൻ സമയമില്ല, ഇപ്പൊ സ്നേഹിക്കാനാണ് സമയം കേട്ടോ. അതിരാവിലെ എൻ്റെ ഇത് ഭയങ്കര സ്നേഹമാണല്ലോ. ഇത് ഞാൻ വിളിച്ചിറക്കിയതിന്റെ ഭയങ്കര സ്നേഹം കേട്ടോ. അത് രാവിലെ തന്നെ മെയിൻ ആള് വരുന്നുണ്ട് കേട്ടോ. ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് പറയാൻ വേണ്ടി. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നൊരു കോലമാണ് കേട്ടോ. എന്താണ് നമ്മുടെ ഇന്നത്തെ രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്? ചപ്പാത്തിയും ചിക്കൻ കറി. ടൈം ഇപ്പം 8:44. സാധാരണ നോർമലി നമ്മൾ ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേന് എത്ര മണിയാവും വേണ്ടി? 9 മണി 9:30 ആവും. അപ്പം ഈ ഒരു സമയമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വീഡിയോ എടുപ്പും ബാക്കിയുള്ള പരിപാടീസൊക്കെ. ബട്ട് ഇന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഡ്യൂട്ടി കുറച്ച് നേരത്തെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം അതിന് പോകേണ്ടതായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നേരത്തെ നമുക്ക് വീഡിയോ എടുക്കാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തു. എനിക്ക് അമ്മു ഇങ്ങനെ ഇരിക്കുന്ന പോലെ എനിക്ക് ഇഷ്ടമേ അല്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എനിക്ക് എപ്പോഴും കണ്ണെഴുതി കാണണം. ഞാൻ എപ്പോഴും പറയും നിനക്ക് കണ്ണെഴുതിയിരുന്നു ഇവിടെ നിന്ന്. ചിലപ്പോ തോന്നുന്നു നല്ല സുന്ദരിയായിരിക്കാന്ന്, ചിലപ്പം വീട്ടിൽ നിന്ന് എണീറ്റ ആ കോലം തന്നെ ഉണ്ടാവുള്ളൂ വൈകുന്നേരം വരെ. എനിക്ക് കണ്ണൊക്കെ എഴുതി നല്ല സുന്ദരിയായിട്ട് എപ്പോഴും കാണും. എനിക്ക് കല്യാണത്തിന് മുന്നേ ഞാൻ ഒരുങ്ങിയൊക്കെ ഇരിക്കുകയായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോഴേക്കും മടിയായി. ആരും നോക്കാൻ. അതാണ് നിങ്ങളുടെ ചിന്താഗതി. ആ ചിന്താഗതി വളരെ മോശമാണ് കേട്ടോ. അത് മാറ്റേണ്ട സമയം കാലാതീതമായി. അത് മാറ്റേണ്ട സമയം അതിക്രമിച്ചു. ടെൻഷനാണെങ്കിൽ ഇന്ന് വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ മാത്രമല്ലേ മുടിയെല്ലാം ചെയ്ത് നിൽക്കുള്ളൂ. അത് നേരം. പക്ഷെ ഇന്ന് ഇത്രയും വലിയ റെഡി ആയിട്ടൊന്നുമില്ല. ബിക്കോസ് രാവിലെ എണീറ്റു, ഇപ്പൊ ക്യാമറ ഓപ്പൺ ആക്കി വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിൽ കാണാൻ വേണ്ടി വന്ന എല്ലാവരെയും നമുക്ക് വെൽക്കം ചെയ്താലും. അപ്പൊ ഇന്നത്തെ വീഡിയോ കാണാൻ വേണ്ടി വന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വെൽക്കം. എന്താ രസം, നല്ല സൺറൈസ് ഗാർഗിയുടെ കണ്ണിലേക്ക് അടിക്കുന്നു. ഇന്ന് ചിക്കൻ കഴിക്കണ്ടേ? ചിക്കൻ കഴിക്കണ്ടേ? ഓ, അതിന്റെ സ്നേഹപ്രകടനം കേട്ടോ. എൻ്റെ അമ്മച്ചി ഭയങ്കര സ്നേഹപ്രകടനം കേട്ടോ. ഇതാരും ഇന്ന് ഇത്ര സ്നേഹപ്രകടനം കാണിക്കുന്നത്? ഇന്നലെ ഞങ്ങൾക്കൊന്ന് മെഡിസിനൊക്കെ കഴിച്ചു കേട്ടോ. അതിൻ്റെ ഒരു ഊർജ്ജമാണ് ഇന്നും. 2 ദിവസമായിട്ട് ശകല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി നമ്മൾ മരുന്നൊക്കെ കഴിച്ചപ്പോഴത്തേന് നല്ല ഊർജ്ജമായി. അപ്പോൾ അതിൻ്റെ സ്നേഹപ്രകടനവും അതിൻ്റെ എനർജിയാണ് ഈ കാണുന്നത്. 9 മണി ആവുന്നതിന് മുന്നേ എനിക്ക് മമ്മീനെ ജോലിക്ക് കൊണ്ടുവിടാനായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓരോരോ കാര്യങ്ങളാണ് ഒരു ദിവസം ഷെഡ്യൂൾ ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷേ ഇത് അതിരാവിലെ എണീക്കുന്ന കാര്യമാണ് ഏറ്റവും ടൈറ്റ്. കാരണം ഇവിടെ നല്ല തണുപ്പുള്ള ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എണീക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കൊരു ആഗ്രഹമുണ്ട്, അത് രാവിലെ എണീറ്റൊരു ബൈക്ക് റൈഡ് പോകണം, നല്ല മഞ്ഞത്ത് പോകണം, പോയിട്ടൊരു ചായ കുടിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. നോക്കാം അമ്മൂട്ടി, നമുക്കൊരു വീഡിയോ അങ്ങനെ ചെയ്യണം കേട്ടോ. ഞങ്ങൾ അങ്ങനെ ചെയ്യാം. എനിക്ക് രാത്രിയിലെ ഇഷ്ടം, നൈറ്റും വേറെ ചെയ്യാം, അതുപോലെ തന്നെ മോർണിംഗ് ചെയ്യാം. പക്ഷെ മോർണിംഗ് ഇവിടുത്തെ അടിപൊളിയാണ് വൈബ്. ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് സൂപ്പറാണ് കേട്ടോ. അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ബട്ട് എണീക്കുന്നില്ല. എന്ന് വെച്ചാൽ എണീറ്റ് വരുമ്പോഴത്തേനും സമയം സൂര്യൻ ഉച്ചയിലടിക്കും. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ ഒന്ന് മാറ്റി കുറിക്കണം എന്നുള്ള ആഗ്രഹമാണ് ഇനി ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത്. എക്സസൈസൊക്കെ ചെയ്യാറുണ്ട്, ഇപ്പം എല്ലാം ഈ അവസ്ഥയായി, സമയം കിട്ടാറില്ല. അപ്പം നമുക്ക് ഫുഡ് കഴിക്കാം. ടിൻസന്റെ ഫേവറേറ്റ് ഫുഡാണ് കേട്ടോ. പക്ഷെ ചെറുപയറായിരുന്നല്ലേ ഇഷ്ടം? എനിക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയാണ് ഇഷ്ടം. പക്ഷെ അതിലും ഫേവറേറ്റ് ആണ് ചപ്പാത്തിയും ചെറുപയർ. പിന്നെ ഈ ചെറുപയർ കറി എന്ന് പറയുമ്പോഴത്തേന് അത് എല്ലാ രീതിയിലാക്കിയാലൊന്നും എനിക്ക് ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. അതായത് അത് മമ്മി ആക്കുന്നൊരു കൂട്ടമുണ്ട്, അത് ടിൻസൻ അറിയോ? അത് ഭയങ്കര ഇഷ്ടം എനിക്ക്. അത് ടിൻസൻ അറിയാം. അതായത് തേങ്ങയൊക്കെ ചിരണ്ടിയിട്ട് മുളകെല്ലാം അരിഞ്ഞിട്ട് അങ്ങനെ കടുകൊക്കെ വറുത്ത്, കടുക് എല്ലാത്തിനും വറക്കും, അങ്ങനെ ആക്കുന്ന ചെറുപയറാണ് എനിക്കിഷ്ടം. പക്ഷെ അമ്മുന് അത് അറിയത്തില്ലായിരുന്നു. തേങ്ങ എല്ലാം ചെറുപയറിനിടും. അല്ല, തേങ്ങ ചിരണ്ടി ഇട്ടിട്ട്. അമ്മുന് ഇത് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഇതിനകത്ത് എക്സ്പേർട്ടായിട്ടോ. ഞാൻ അതിന് 100 മാർക്കും കൊടുത്തിട്ടുണ്ട്. ഇന്നലെ ആക്കിയിട്ട് പൊള്ളിയായിരുന്നു കേട്ടോ. ഞാൻ പറയാം, എനിക്ക് ബീഫ്, ചിക്കൻ കറി, ഇനിയിപ്പോൾ അൽഫാം, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വെച്ചു, മന്തി, ഇതെല്ലാം വെച്ചാലും
എനിക്ക് ചെറുപയർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതും ചോറും എടുത്ത് കഴിക്കും. ഇതുപോലെ ചെറുപയർ ഫാൻസ് ഉള്ളവരെല്ലാം ടീമാണ് കേട്ടോ. അത് സാധാരണ ഒറ്റ മനുഷ്യന് ചെറുപയർ ഇഷ്ടമില്ല. പക്ഷെ പറയുന്നുണ്ട് അത് എല്ലാരും ആക്കുന്ന പോലത്തെ ചെറുപയർ ആക്കിയിട്ട് ഞാൻ കഴിക്കില്ല കേട്ടോ. കാരണം അത് മമ്മിയോ ഇപ്പൊ ഇവളോ ആക്കുന്ന എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയിലാക്കി ഞാൻ കഴിക്കും. ആ രീതി ഒന്ന് പറഞ്ഞിട്ട് നമ്മുടെ സബ്സ്ക്രൈബ്സിനോട് അത് ഞാൻ പറഞ്ഞു കൊടുത്തേ. ഇതോ ഇങ്ങനെയോ ഇങ്ങനെ ആക്കി അവരെങ്ങനെ ഇടാൻ അല്ല ആക്കും. അതായത് ചെറുപയർ സാധാരണ കറി വെക്കുന്ന പോലെ തന്നെ വേവിച്ച് അവിടെ തേങ്ങ ഒക്കെ ചെണ്ടിട്ട് എനിക്കറിയത്തില്ല. അത് അയ്യേ തോറ്റു മമ്മിയോട് തന്നെ ചോദിക്കണം. എനിക്ക് എന്തെല്ലാം പണിയുണ്ടെന്നറിയാം. മമ്മി ഇങ്ങോട്ടോ അടുത്തോ. മമ്മി ജോലിക്ക് പോകാൻ തിരക്കായി. പക്ഷെ ഇപ്പൊ പണ്ടൊക്കെ എന്തറിയോ, പണ്ടൊക്കെ ഞാൻ കല്യാണത്തിന് മുന്നേ വീഡിയോ എടുക്കുന്നതിന് മുന്നേ മമ്മിക്കായിരുന്നു ബുദ്ധിമുട്ട്. ജോലിക്ക് പോകുന്നതിന് മുന്നേ ഇങ്ങനെ പിടിച്ചു നിൽക്കും. എടാ ഒന്നും നിർത്താതൊക്കെ പറഞ്ഞ് എനിക്ക് ജോലിക്ക് പോകണത്. ജോലി ഉപേക്ഷിച്ച് അതെനിക്ക് തന്നു. മമ്മി അത് നേരെ ഇപ്പൊ മാറ്റി മറിച്ച് കേട്ടോ. മമ്മി അത് നേരെ ആ ഒരു ദൗത്യം ഇപ്പൊ അമ്മൂനെ എന്നാലും ഇപ്പൊ പിടിച്ചത് മമ്മി എനിക്ക് ആക്കി തരുന്ന ഒരു ചെറുപയറിന്റെ ഒരു രീതിയില്ലേ, അതെങ്ങനെയാണെന്ന് പറഞ്ഞേ. അതെങ്ങനെയാണ്? കാരണം എനിക്കാക്കി തരത്തില്ല, തേങ്ങ ആക്കി തരണ്ടിട്ട്. അതെങ്ങനെയാണെന്ന് പറഞ്ഞേ. പറ എല്ലാം. ആദ്യം ചെറുപയർ നല്ലോണം കഴുകി വൃത്തിയാക്കി വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചു. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് തേങ്ങ ചിരണ്ടിയിട്ട് പച്ചമുളക് ഇട്ട് മഞ്ഞപ്പൊടി ഇട്ട് ചെറിയ ചുമന്ന ഉള്ളി ഏറ്റവും നല്ലത്, അത് ചതച്ചിട്ട് വെന്ത് നല്ലോണം വരുമ്പോൾ പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചങ്ങ് വെച്ച് വെന്ത് നല്ല മഞ്ഞ കളറൊക്കെ ആയി വരുമ്പോൾ കടുകും വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് മൂപ്പിച്ചൊഴിച്ചാൽ വായിൽ വെള്ളം ഊറി. ഇതാണ് ഞാൻ പറഞ്ഞ. ഇപ്പൊ ഞാനത് അമ്മൂനെ ഏൽപ്പിച്ചു. ഇപ്പൊ അല്ല, അമ്മൂന് കൈമാറി കേട്ടോ. മമ്മി ക്യാമറ പിടിക്കല് ചെറുപയറാക്കല് എല്ലാം കൈമാറി. പക്ഷെ മമ്മിയുടെ ജോലിയെല്ലാം അല്ല, മമ്മി ഇതിനൊക്കെ റിട്ടയർമെന്റ് ചോദിച്ചു മേടിച്ചു. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ എനിക്ക് മമ്മി ആക്കി തരുന്ന ചെറുപയറിൽ ഇഷ്ടം. ഇപ്പൊ ഇത് അമ്മ ആക്കുന്നുണ്ട്, അടിപൊളി ആക്കുന്നുണ്ട്. ഇന്നലെയൊക്കെ ആക്കിയിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ സമയമായി. സോറി, മമ്മീനെ ഇനി ജോലിക്ക് കൊണ്ടുവരണം, അതാണ് മെയിൻ. അതെ, തിന്നാന്നുള്ള വിചാരേ ഉള്ളൂ. അതെ, ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ജോലിക്ക് പോവാൻ. അങ്ങനെ ചായ ആക്കി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മൂട്ടി. ചായ തിളച്ചുകൊണ്ടിരിക്കുന്നു. അമ്മൂട്ടി അപ്പുറത്ത് ചിക്കൻ കറി ആക്കുന്നു. ചിക്കൻ കറി ഇതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഇവിടെ ചപ്പാത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. ചപ്പാത്തി ഇത് മമ്മി ആക്കി വെച്ചിട്ട് പോയി, നല്ല ചൂടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ ഈ ഒരു കഥ? ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും ഇത്തിൽ കണ്ണി പോലെ. ചില ഉടുമ്പെല്ലാം പിടിച്ച് അള്ളി പിടിച്ചിരിക്കുന്ന പോലെ ഞാൻ കെട്ടിയവൻ അള്ളി പിടിച്ചിരിക്കുകയാണ്. എങ്ക പാത്താലും നീ താണ്ട് ഇത് പറഞ്ഞ അവസ്ഥയാണ് ഇതിപ്പോ. ഞാൻ ജോലിക്ക് പോകുമ്പോഴത്തേനും ഞാൻ ഇവിടെ അങ്ങ് കൂട്ടും കേട്ടോ, അതാണ് സത്യം. സംഭവം വെച്ചാൽ ഞങ്ങൾക്ക് പോകുന്ന വഴിക്ക് ഇതുപോലെ വീഡിയോ എടുക്കാം, റീൽ എടുക്കാം, പിന്നെ കുറെ നേരം പ്രകൃതി ആസ്വദിക്കാം. അല്ല മുട്ടി, ഇപ്പൊ ഞങ്ങൾ വന്നിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ പുറത്തിറങ്ങാൻ പറ്റത്തില്ല കേട്ടോ, ഭയങ്കര തലവേദനയല്ല, വെയിലും കൊണ്ട് ഒരു രക്ഷയില്ല. ഇപ്പൊ ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തണലുള്ള ഏരിയ. ഇന്ന് ഞാൻ ഡ്യൂട്ടിക്കൊന്നും പോകുന്നില്ല, ഞാൻ ഇന്ന് എന്റെ വീട്ടിലോട്ട്. അതാണ് ഇന്ന് ഭയങ്കര സന്തോഷം. ടിൻചൻ ആ വഴി പോകുമ്പോൾ ഞാൻ വലിയ ടിൻചന്റെ പുറകെ അള്ളിപ്പിടിച്ചിരിക്കും. അതായത് ഇന്ന് എനിക്ക് വർക്ക് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മൂൻ്റെ വീടിൻ്റെ അതുവഴി നമുക്ക് പോകണം. നമ്മുടെ നാട്ടിൽ കാസർഗോഡിലാണ്. അപ്പോൾ കാസർഗോഡ് വരെ എനിക്ക് പോകണം. അപ്പോൾ ആ പോകുന്ന റൂട്ടിലാണ് അമ്മൂൻ്റെ വീടുള്ളത്. അപ്പോൾ നമ്മൾ ഏതൊക്കെയോ വ്ളോഗിൽ ഏതൊക്കെയോ വ്ളോഗിലല്ല, നമ്മൾ ഒരു വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഇതുപോലെ വർക്കിന് പോകുമ്പോൾ തന്നെ നമ്മളവിടെ റീല് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. റീല് ഷൂട്ട് ചെയ്തതിന് ശേഷം പിന്നെ അമ്മൂനെ ബസ് കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. ഇന്നും എന്താണെന്നുണ്ടെങ്കിലും അമ്മൂന് വീട്ടിൽ പോകുന്ന ആ ഒരു സന്തോഷമാണ് കേട്ടോ ഈ ഫേസിൽ കാണുന്നത്. സാധാരണ നിങ്ങളും പറയട്ടോ, നിങ്ങൾ ലേഡീസൊക്കെ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾ പറയണം, നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ പോകുമ്പോഴത്തേനും നിങ്ങളുടെ എക്സൈറ്റ്മെന്റും സന്തോഷവും എങ്ങനെയാണ് നിങ്ങൾ പറയട്ടോ. നല്ല കാറ്റുണ്ട്. അതെ, നല്ല കാറ്റുണ്ട് കേട്ടോ, കണ്ടില്ലേ അമ്മേ. നല്ലൊരു തണല് നോക്കി നമ്മൾ വീഡിയോ എടുക്കും. നല്ലൊരു തണലും ഒക്കെ ആയിട്ട് കേട്ടോ. ഇതിവിടെ പ്ലാവ് ചക്കയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയമൊക്കെ ആകുമ്പോൾ തന്നെ ചക്ക മാങ്ങയൊക്കെ ആവുന്ന സമയമല്ലേ, അപ്പോൾ ചക്കയെല്ലാം ആയിട്ടുണ്ട് കേട്ടോ. നല്ല കാറ്റ്, എന്താ രസം. ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴാണ് ഇതുപോലത്തെ കാറ്റിൻ്റെ ഒരു ഫീൽ അറിയുന്നത് അല്ലേ. അമ്മൂനെ അങ്ങനെ വീട്ടിൽ വിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് ഇറങ്ങി ഒരു ഉച്ചയ്ക്ക് ആയപ്പോഴത്തേന് നല്ല ദാഹമായി കേട്ടോ. ഈ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കരിമ്പിൻ സോഡ ജ്യൂസാണ് കേട്ടോ. എന്ന് വെച്ചാൽ
കരിമ്പിനകത്ത് സോഡ ഒഴിച്ചിട്ടുള്ള സംഭവമാണ്. വെറൈറ്റി ആയിട്ട് കണ്ടു, നല്ല തണുപ്പല്ലേ ഈ ചൂടത്ത്, ഇങ്ങനെ ഒരെണ്ണം കുടിച്ചേക്കാന്ന് ഞാൻ വിചാരിച്ചു. വെറൈറ്റി ആയതുകൊണ്ട് ഞാൻ കുടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അമ്മുവിൻ്റെ വീട്ടിലാണ് കേട്ടോ. ശരിക്കും ഇന്ന് ഇവിടെ വരാൻ വേണ്ടിയിട്ട് ഭയങ്കര ത്രില്ലടിച്ച് നിന്ന് എന്താണെന്നറിയോ, ഞാൻ കാണിച്ചു തരാം. ഒരാള് കിടക്കുന്നുണ്ടില്ലേ? ഹലോ, ഉണരൂ. വേണ്ട, ഇപ്പൊ ഉറക്കിയതേ ഉള്ളൂ. ധാരാണെന്ന് പറഞ്ഞു കൊടുക്കാം മുട്ടി. ഇത് എന്റെ ചേട്ടന്റെ കുഞ്ഞാണ്. കുഞ്ഞാവനെ കാണാൻ വേണ്ടിയിട്ട് 2 ദിവസം വരെ എന്നോട് ലീവ് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കുന്നതിന്. ഞാൻ പറഞ്ഞു ഈ വീഡിയോ എടുത്ത് ഫുള്ള് നമുക്കുള്ള വീഡിയോസ് ഒക്കെ എടുത്ത് തീർക്കുവാണെങ്കിൽ നിനക്ക് കുഞ്ഞാവനെ കളിപ്പിക്കാൻ 2 ദിവസം ഞാൻ ഫ്രീ ആയിട്ട് ലീവ് തരുന്നതായിരിക്കും. പക്ഷെ അതിന് മുൻപേ അവൾക്ക് വീട്ടിൽ നിൽക്കാൻ, അതായത് ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് ഞാൻ വർക്കിന് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ കൂടെ ചാടി ബൈക്കിൽ കയറി, അതും ഇങ്ങോട്ടായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അതെ. ഹലോ വാവേ, എണീപ്പിക്കണ്ട, കഷ്ടപ്പെട്ട് ഉറക്കിയതാ. ടീൻസിന് എപ്പോഴും വാവയ്ക്ക്, അവിടുത്തെ വാവ ഗാർഗയാണ്. ഗാർഗയ്ക്ക് കൊണ്ടുവരുന്നത് ഐസ്ക്രീം, ഒരു സൂത്രം എന്ന് പറയുന്ന ഐസ്ക്രീമാണ്. ഈ കുഞ്ഞാവയുടെയും ഗാർഗിയുടെ ഒരു കഥ ഞാൻ പറയാം. നമ്മൾ വീട്ടിലെപ്പോഴും ഗാർഗീനെ മോളെ കുഞ്ഞേന്നൊക്കെ വിളിക്കും. അങ്ങനെ ഇവളെ വീഡിയോ കോളിൽ അമ്മു വിളിക്കുന്നത് കുഞ്ഞാവേന്ന് വിളിക്കുമ്പോഴത്തേന് ഓടി കുഞ്ഞാവ വരുന്നു. അവിടുത്തെ കുഞ്ഞാവ ഗാർഗി വാലാട്ടിക്കൊണ്ട് വരുന്നു. ഗാർഗി ഓടി വന്നു വാലാട്ടി, ഞാനല്ലേ കുഞ്ഞാവ. ഞാൻ കാണിച്ചു. ഓക്കെ. നമ്മളിപ്പം രാവിലെ ഇറങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം 3-3:30 ആയി കേട്ടോ. അപ്പൊ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ സമയമായി. അപ്പം കാണിച്ചു തരാം കുഞ്ഞാവയുടെ സ്നേഹം. കുഞ്ഞാവയുടെ സ്നേഹം. കുഞ്ഞാവ അവിടെ കാത്തിരിപ്പുണ്ട്. അങ്ങനെ ഇന്നത്തെ ദിവസം അവസാനിച്ചു കേട്ടോ. അവസാനിച്ചില്ല, അതായത് ഈവനിങ് ആയി. നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേന് ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞില്ലേ നമ്മളെ കാത്തിരിക്കുന്ന ഒരാള്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ പോകുമ്പോഴത്തേന് ഞങ്ങൾ വരുന്നവരെ കാത്തിരിക്കുന്ന ഒരാളാണ് കേട്ടോ. സ്നേഹപ്രകടനം. ഓക്കെ, എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ എത്തിയിരിക്കുന്നു. അമ്മ ചേച്ചിനെ പിടിച്ചോ. ഹലോ 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 ഹലോ. എന്താ നല്ല മടുത്തോ വേഗമോളെ? കാത്തിരുന്ന് മടുത്തോ? ഇനി എന്തെങ്കിലും നമ്മളെന്തെങ്കിലും ട്രീറ്റ് കൊണ്ടുവന്നിട്ടുണ്ടോ എന്നാണ് ഈ മെയിനായിട്ട് നമ്മളെ വിളിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടുത്തെ വാവയ്ക്ക് ഇവിടെ ഒരു സൂത്രമുണ്ട്, അതിനു വേണ്ടിട്ട് കേട്ടോ. എന്നാ പിടിച്ച്. ഇതെന്താണെന്ന് അറിയണം. ഇതെന്താണെന്ന് അറിയാം മുട്ടി? കാസർഗോഡ് ഭാഗങ്ങളിലെ ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള സ്വീറ്റ് ആണ് കേട്ടോ ഇത്. ഇതിന് എന്താണ് പറയാ, മധുരം. ഇതിന്റെ പേര് എനിക്കറിയായിരുന്നല്ലോ. അവളവിടെ നോക്കി എന്തെങ്കിലും പേര് പറയണേ, കൊടുക്കണേ. ഇതാ ഗാർഗിക്ക് നമുക്കൊരു ശകലം കൊടുക്കാം. എന്നാ ഗാർഗിയെ, അയ്യോ, ഇങ്ങനെ ഒരു സാധനം നമ്മൾ വരുമ്പോ കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷം. ഇത് ഭയങ്കര ഇഷ്ടമായി ഇവക്ക്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഇതാണ് കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു എന്റെ സാധനം മേടിച്ചോണ്ട് പോയി. എനിവേ, നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഗാർഗി മോളെ, അപ്പൊ ബൈ പറഞ്ഞാലോ? ഇതിനകത്തൊന്നുമില്ല, ഇനി സ്നേഹം മാത്രം. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണുന്നവരെ ബൈ.